മാങ്ങയുടെ സീസണായി കേട്ടോ. അപ്പോൾ പിന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മാങ്ങ വാങ്ങിക്കുന്നത്. ഒരു 3 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ കടുമാങ്ങയാണ് ഉണ്ടാക്കുന്നത്. കടുമാങ്ങ ഉണ്ടാക്കുക, ചമ്മന്തി ഉണ്ടാക്കുക, പിന്നെ മാങ്ങ ഒഴിച്ചുകറി ഉണ്ടാക്കുക. അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞു കൊടുത്തോളൂ. ഞാൻ ഈ അരിയുന്ന പോലെ തന്നെ അരിയണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നീളത്തിലരിയുന്നത്. പിന്നെ ഈ ഫസ്റ്റ്, അതായത് ആദ്യത്തെ ഒരു സെറ്റ് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഒരുപാട് സമയം എണ്ണയിൽ കിടന്നുപോയി കേട്ടോ. അത് വേറൊന്നുമല്ല, എൻ്റെ മോള് ഇച്ചിരി കുരുത്തക്കേട് കാണിച്ച് അതിനെ പിടിക്കാൻ പോയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് വാടിപ്പോയി. അപ്പോൾ അത്രയും നിങ്ങളങ്ങ് വാട്ടിയെടുക്കേണ്ട കാര്യമില്ല. അങ്ങോട്ടിടുക ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒരു 3 മാങ്ങയുടെ കണക്കാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ സെറ്റ് നന്നായിട്ടങ്ങ് ഉടഞ്ഞു പോയി. രണ്ടാമത് എടുത്ത് ഓക്കെ കറക്റ്റായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ എണ്ണയിൽ തന്നെ ഒരു 5-8 പത്തല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം കായം, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉണക്കമുളക്, 1 ടേബിൾ സ്പൂണോളം നമ്മളുടെ ഉലുവ, ഇത്രയെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുക്കുന്നുണ്ട്. നന്നായിട്ട് വറുത്ത് വരുന്ന സമയത്ത് പിന്നെ നമ്മളത് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഓക്കെ, അതിന് എണ്ണമാങ്ങ എന്ന് ഞാനങ്ങ് പേരിട്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ പറയാം. കടുകുമാങ്ങ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ വിനെഗർ ഇതിൽ ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള പുളി ഉള്ളത് കാരണം ഞാൻ ചേർത്തിട്ടില്ല. മിക്കവാറും ഞാൻ അച്ചാറുകളിലൊന്നും വിനെഗർ ചേർക്കാറില്ല കേട്ടോ. വിനെഗർ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് വായിൽ നാക്കൊക്കെ ഇങ്ങനെ പൊട്ടും, ഇങ്ങനെ തൊലിയൊക്കെ പോകാറുണ്ട് നമ്മുടെ ചെറുകളിലൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആ ക്രഷ് ചെയ്ത മസാല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതേ ചൂടൊന്നും ആക്കുകയൊന്നും വേണ്ട. ഞാൻ താഴെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മസാല ഓൾറെഡി എല്ലാം നല്ലതായിട്ട് എണ്ണയിലൊന്നും മൂത്ത് വന്നതാണ്. നമ്മളപ്പോൾ അത്രയും പിന്നെ അത് ഗ്യാസിൽ വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കാൻ നിൽക്കേണ്ട. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മാങ്ങയില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം സെറ്റാണ്. നല്ല ഒരു ചമ്മന്തി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ കറിവേപ്പിലയുടെ അളവ് നിങ്ങൾ കൂട്ടിക്കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഉണങ്ങിയ കറിവേപ്പിലയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ നിന്ന് അങ്ങ് ഉണങ്ങി കരിഞ്ഞതാണ് എടുത്ത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്നത്, ഞാൻ പറയില്ല, ആദ്യത്തെ സെറ്റ് ഒന്ന് വാടിപ്പോയിട്ടുണ്ടായിരുന്നു, രണ്ടാമത് ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ ഈസി ആയിട്ട് വളരെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എണ്ണമാങ്ങയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ചിലപ്പോൾ നല്ലെണ്ണയിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളിങ്ങനെ സൂക്ഷിച്ച് വെക്കാം, ചീത്തയാവുകയില്ല. നാട്ടിലെ ക്ലൈമറ്റിൽ ചിലപ്പം ചീത്തയാകാൻ സാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ടിട്ട് നമ്മൾ 1-2 ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് പിന്നീട് നമ്മളത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എണ്ണമാങ്ങ ആയതുകൊണ്ട് അങ്ങനെ ചീത്തയാകാൻ വഴിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഒരുപാട് ഉണ്ടാക്കുന്നില്ല, അത് കാരണം ഇവിടെ അങ്ങനെ വെച്ചേക്കാൻ കാണത്തില്ല. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് കാലിയാവും. എന്താ കണ്ടില്ലേ, നല്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ എണ്ണ അത്രയും ഉപയോഗിക്കാൻ മതി. ഇരുന്ന് എണ്ണ പിടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതാ സൈഡിൽ കൂടെ ആ എണ്ണ അങ്ങ് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തത് കാരണം ആ എണ്ണ അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, അതിൽ തന്നെ നിൽക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ എണ്ണയിൽ തന്നെ കിടക്കാൻ ഇടുന്ന താല്പര്യമില്ല എങ്കിൽ ആ എണ്ണ അതിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, അതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടോ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു. സാധാരണ അച്ചാറിടുന്നതിനെക്കാട്ടിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ എടുത്തിരിക്കുന്ന മുളക് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ കളർ കുറവാണെന്നുണ്ടെങ്കിലും എരിവിന് ഒരു കുറവില്ലായിരുന്നേ. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചെടുക്കുക. ഒന്നുകിൽ 2-3-4 എരിവുള്ളതും എരിവില്ലാത്തതുകൊണ്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ഓക്കെ, മുളക് കൂടി ചേർക്കണ്ട, ഇങ്ങനെ തന്നെ ചെയ്യാം. മുളക് എണ്ണയിൽ ഫ്രൈ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.